ഫുട്ബോളിനെ ദി ഗ്രേറ്റസ്റ്റ് സ്പോർട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പറഞ്ഞ് 24 മണിക്കൂർ പോലും ആയിട്ടില്ലേനോ തിരിച്ച് പറയിപ്പിച്ചു എന്ന് മാത്രമല്ല, മറ്റേ ടീംസ് അനുഭവിച്ചതിൻ്റെ ഈക്വലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് അനുഭവിപ്പിക്കുകയും ചെയ്തു. ബട്ട് ഇത് റയൽ മാഡ്രിഡ് ആണ്, യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആണ്, ഒപ്പണൻസ് ആയിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. ഓഫ് കോഴ്സ് ആ ഒരു ലാസ്റ്റ് ലാഫ് അത് റയൽ മാഡ്രിഡിനും അവരുടെ ഫാൻസിനും ഉള്ളതാണ്. റൗണ്ട് ഓഫ് 16 സെക്കൻഡ് ലെഗ് മാച്ച് തുടങ്ങി 1 മിനിറ്റ് ആവണിന് മുന്നേ തന്നെ റയലിന് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് ഫോർ അത്ലറ്റിക്കോ മാഡ്രിഡ്. ഹോണസ്റ്റ്ലി അത്ലറ്റിക്കോന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാ. മാച്ചിന്റെ ഭൂരിഭാഗം സമയത്തും അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടായിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡിന് കാര്യമായിട്ടുള്ള പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്ലറ്റിക്കോ കൊടുക്കുന്നതിനുള്ള ഒരു റെസ്പോൺസ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. റയലിനെ സംബന്ധിച്ച് പൊസിഷൻ ഉണ്ടായിരുന്നു, പാസസ് ഉണ്ടായിരുന്നു, ബട്ട് മാച്ചിലെ റിയൽ ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് അത്ലറ്റിക്കോ ആണ്. എക്സെപ്റ്റ് കുറച്ച് മൊമെന്റ്സ് മാറ്റി നിർത്തിയ, എക്സ്പെഷ്യലി മാച്ചിലെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റ് എംബാപ്പയുടെ ഒരു കിഡിലൻ റൺ ആൻഡ് ലെങ്ലെറ്റ് ഫൗൾ ചെയ്തിട്ട് റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ടൊരു പെനാൾട്ടി കിട്ടുകയാണ്. ആ ഒരു പെനാൾട്ടി വിൻ ചെയ്ത എംബാപ്പെ പെനാൾട്ടി എടുത്തില്ല, വിനീഷ്യസ് എടുത്തു. ആൻഡ് ആ ബോളിനി നമുക്ക് അടുത്ത ചന്ദ്രയാൻ നാസെ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ കിട്ടിക്കോളും. ഒടുക്കത്തെ പെനാൾട്ടി എന്ന് തന്നെ പറയാം. ആക്ച്വലി കഴിഞ്ഞ ലെഗിൽ വർക്ക് ചെയ്ത വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ, ട്രയോ ഈ ഒരു മാച്ചിൽ ഒട്ടും വർക്കായില്ല, അല്ലെങ്കിൽ ആരും അത്ര നന്നായി കളിച്ചില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് അപ്പുറത്തെ സൈഡിൽ അൽവറസിന്റെ ഭാഗത്തുനിന്ന് എഗെയിൻ ഒരു കിഡിലൻ പെർഫോമൻസ്. ഐ മീൻ അത്ലറ്റിക്കോയുടെ ഒരു പ്ലെയർ എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം അവർ ഓവറോൾ ബെറ്റർ പെർഫോമൻസ് ഈച്ച് ആൻഡ് എവറി സിംഗിൾ പ്ലെയർ ഓക്കെ എല്ലാവരും നല്ല കളി ആയിരുന്നു. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നപ്പോഴാണ് കുറച്ചുകൂടെ അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചത്. ആൻഡ് മാച്ചിലെ ഗെയിം ചേഞ്ചർ എന്നെ സംബന്ധിച്ച് കമവിംഗ. പല മൊമെന്റ്സിലും കമവിംഗയുടെ ഇന്റർസെപ്ഷൻസ് ആൻഡ് ടാക്കിൾസ് ആണ് റയലിനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെങ്കിൽ റയലിന് 8 പണി കിട്ടുമായിരുന്നു. മാച്ച് റിവ്യൂ അത്രക്ക് മതി, കാരണം നിങ്ങളാരും ഇന്റെ മാച്ച് റിവ്യൂ കേൾക്കാനല്ല വന്നത് എന്ന് എനിക്കറിയാം. മാച്ചിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ മൊമെന്റ് അൽവാരസിന്റെ പെനാൾട്ടി. അതിനു മുന്നേ മാച്ച് 90 മിനിറ്റ് കഴിഞ്ഞു, 120 മിനിറ്റ് കഴിഞ്ഞു, പെനാൾട്ടി ഷൂട്ടൗട്ടിക്ക് പോയി. ഓക്കെ, അതൊക്കെ നടന്നു. എംബാപ്പി ആൻഡ് ബെല്ലിംഗം റയലിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്തു, അത്ലറ്റിക്കോക്ക് വേണ്ടിയിട്ട് സൊർലോത്ത് സ്കോർ ചെയ്തു. സെക്കൻഡ് കിക്കറായിട്ട് വന്നത് അൽവാരസ് ആയിരുന്നു. ആൻഡ് ആൾ സ്കോർ ചെയ്തു. ബട്ട് ആ കിക്ക് എടുക്കുന്ന സമയത്ത് ആൾ സ്ലിപ്പ് ആയതുകൊണ്ട് തന്നെ ആൾ അറിയാതെ ആളുടെ ലെഫ്റ്റ് ഫൂട്ടും റൈറ്റ് ഫൂട്ടും 2 കാലും ആ ഒരു പെനാൾട്ടി എടുക്കുന്നതിനിടയിൽ അറിയാതെ തട്ടിപ്പോയി. ആൻഡ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ആദ്യം കൗണ്ട് ചെയ്ത പെനാൾട്ടി വാറൊക്കെ ചെക്ക് ചെയ്തിട്ട് റെഫറി ഡിസലോ ചെയ്തു. ഇവിടെ ആകെയുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടിവിയിലും സ്ക്രീനിലും ഒക്കെ മാച്ച് കാണുന്ന നമ്മളെ സംബന്ധിച്ച് ഡബിൾ ടച്ച് ഉണ്ടോ ഇല്ലേ എന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ആംഗിൾ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം വാറാണ് ഡിസൈഡ് ചെയ്തത്. മേ ബി അവരുടെ അടുത്ത് ഇനഫ് പ്രൂഫ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, അൽവാരസ് ആയാലും സിമിയോണി ആയാലും അത്ലറ്റിക്കോയുടെ ഒരാളുടെ ഭാഗത്തുനിന്നും ഒരു പ്രൊട്ടസ്റ്റോ കംപ്ലൈൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. ആക്ച്വലി മാച്ച് കഴിഞ്ഞുള്ള പ്രസ് കോൺഫറൻസിൽ സിമിയോണി കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ജേർണലിസ്റ്റിനോട് വരെ ആൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കണ്ടോ അൽവാരസിന്റെ കാലിൽ 2 വട്ടം തട്ടിയത് എന്നൊക്കെ. ഐ മീൻ ദാറ്റ്സ് ദ പോയിന്റ്. കറക്റ്റ് ആയിട്ടുള്ള ക്യാമറ ആംഗിളും കാര്യങ്ങളൊന്നും പബ്ലിക് കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓഫ് കോഴ്സ് അത്ലറ്റിക്കോന്റെ ഫാൻസിന് ഇല്ലാത്ത ആത്മാർത്ഥതയിൽ സോഷ്യൽ മീഡിയയിൽ കരയുന്ന കുറേ അധികം ആളുകളെ ഞാൻ കണ്ടു. ആൻഡ് കുറേ ആൾക്കാർ പറയാണ്, ഡബിൾ ടച്ച് ആയപ്പോൾ എന്താ ആൾ സ്ലിപ്പ് ആയതുകൊണ്ടല്ലേ, ആൾക്കൊരു റീടേക്ക് കൊടുക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രദർ, ഈ പറയുന്ന ആൾക്കാർ സീരിയസ് ആണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ റൂൾസ് ബുക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്ന് നോക്കിയാൽ മനസ്സിലായിക്കോളും. ആൾ അറിഞ്ഞുകൊണ്ട് ചെയ്തോ അറിയാതെ ചെയ്തോ എന്നുള്ളതല്ല. ഹി സ്ലിപ്ഡ്, ആളുടെ കാൽ അറിയാതെ 2 തവണ തട്ടി. ഹി മെസ്ഡ് അപ്പ്. ഓക്കെ, ആ ഒരു ചാൻസ് പോയി. ഉള്ള കാര്യം തുറന്നു പറയട്ടോ, അത്ലറ്റിക്കോന്റെ കാര്യത്തിലും അവരുടെ ഫാൻസിന്റെ കാര്യത്തിലും എക്സ്പെഷ്യലി സിമിയോണിന്റെ കാര്യത്തിലും ഒക്കെ എനിക്ക് വിഷമുണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ സമ്പ്രദായം നമ്മൾ നടത്തണം. അതുകൊണ്ട് മാത്രം എല്ലാവരും എൻ്റെ ഒപ്പം പറയും, ഹോൾഡ് ദാറ്റ്. റയൽ മാഡ്രിഡ് ആൻഡ് ആ ഒരു നൈറ്റ് മെയർ അത്ലറ്റിക്കോക്കും അവരുടെ ഫാൻസിനും പോവാനായിട്ടില്ല, ഇനിയും തുടരും. ഓക്കെ, റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ക്വാർട്ടർ ഫൈനലിൽ ആഴ്സണലാണ് ഇനി വരാൻ പോകുന്നത്. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വിനി മെയിൻ ആവണുണ്ടായിരുന്നു.
ഹെയ്റ്റേഴ്സ് ഉണ്ടാവണേന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റൂല. ബാക്കി നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.